പിടക്കോഴികൾ മുട്ടനാടിനോട് പറഞ്ഞത്. കഥ എഴുതിയത് എസ് ജയകൃഷ്ണൻ. വികാര വിസ്ഫോടനങ്ങളുടെ കോക്ടെയിലാണ് സൈനബ. ഇത് ഭർത്താവായ ഫാസിൽ എന്നും അനുഭവിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊരു വാക്യം അയാളുടെ തലയിൽ ഉദിക്കില്ല. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അയാൾ. ജീവിതത്തെ വ്യാഖ്യാനിച്ച് രസിക്കുന്ന പണ്ഡിതനോ സാഹിത്യകാരനോ അല്ല. പുരുഷാധിപത്യം ജന്മസിദ്ധമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു ഭർത്താവിനെയും പോലെ നേരം വെളുക്കുന്നത് മുതൽ പുട്ടിനെന്താ കടലക്കറി വച്ചാല്, മീൻ കറിക്ക് ഉപ്പ് കൂടി, നിന്റെ ഷർട്ടിനെന്താ ചുളിവ്, ബനിയൻ ഇനിയും അലക്കിയില്ലേ എന്നൊക്കെ അലറുമെങ്കിലും എളിയിൽ കൈകുത്തി നിന്ന് സൈനബ അഗ്നിപർവ്വതം പോലെ തിളയ്ക്കുമ്പോൾ പത്തി താഴ്ത്തി മാളത്തിൽ ചുരുളാറാണ് പതിവ്. കിടപ്പറയിലെ സീൽക്കാരങ്ങൾ അതിവേഗം ചത്തൊടുങ്ങുമ്പോൾ ഫാഷിൽക്ക എന്നേ സൈനബ വിളിക്കൂ. അപ്പോൾ അയാൾ ഒന്നുകൂടി ചുരുളും. സൈനബയ്ക്ക് 5-6 പിടക്കോഴികളും ഒരു പൂവൻ കോഴിയുമുണ്ട്. സദാസമയവും അവയ്ക്ക് പിന്നാലെ ബ ബ ബ എന്ന് പറഞ്ഞു നടക്കും. അയൽപ്പക്കത്തെ മഗ്ദുവും നീരുവും സൈനു ബ ബ ബ എന്നും പറഞ്ഞ് കളിയാക്കുമ്പോൾ ചാടി കടിക്കാൻ ചെല്ലുമെങ്കിലും ഉള്ളിൽ പെരുത്ത സ്നേഹമാണ്. മഗ്ദു എന്നാൽ തോമസ് മാഷിൻ്റെ മോൾ മഗ്ദലന, സൈനുവിൻ്റെ കളിക്കൂട്ടുകാരി. അമിതമായി ഭരിക്കാൻ വന്ന ഭർത്താവിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് വീട്ടിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നവൾ. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി. നീരു റവന്യൂ വകുപ്പിലെ ഹെഡ് ക്ലാർക്ക് കൃഷ്ണകുമാറിൻ്റെ 6 വയസ്സുകാരിയായ മകൾ നീഹാരിക. നാളെകളിലേക്കുള്ള തിരിനാളം. പറഞ്ഞു വന്നത് സൈനുവിൻ്റെ കോഴികളെ കുറിച്ചാണ്. പൂവൻ്റെ ക്രിയാത്മക സഹകരണത്തോടെ പിടകൾ മുട്ടയിട്ട് അവളെ സന്തോഷിപ്പിക്കും. അത് അയൽക്കാർക്കും കടക്കാർക്കും വിറ്റാണ് ഫാസിലിൻ്റെ പുരുഷാധിപത്യത്തെ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള പെൺകോയ്മ കൊണ്ട് അവൾ ചെറുക്കുന്നത്. മക്കളില്ലെന്നതാണ് ആ വീടിൻ്റെ ഉള്ളറകളിൽ ചൂടുനീരാവി പോലെ നിറഞ്ഞു നിൽക്കുന്ന സങ്കടം. 35 വയസ്സിനിടെ 2 തവണ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായി. ആദ്യ തവണ ഡോക്ടർ എന്തോ കാരണം പറഞ്ഞു. കരഞ്ഞു കരഞ്ഞു തളർന്നിരുന്നതിനാൽ സൈനു അത് കേട്ടില്ല. കേട്ട ഫാസിലിന് മനസ്സിലായതുമില്ല. കോഴികൾക്ക് പിന്നാലെ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ തട്ടിത്തടഞ്ഞു വീണതാണ് 2ാം പ്രാവശ്യം വിനയായത്. ചോര കുറേ പോയി. ഫാസിൽ ബേജാറായി അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് കുതിച്ചു. ICU, ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ്, അങ്ങനെ കുറച്ചു ദിവസം. ഒടുവിൽ ഡോക്ടർ പച്ച മലയാളത്തിൽ പറഞ്ഞത് ഫാസിലിന് പച്ചവെള്ളം പോലെ മനസ്സിലായി. അൻ്റെ പെണ്ണ് ഇനി പെറൂല. ഫാസിൽ ഞെട്ടി. ഓനത് ഓളോട് പറയാത്തതുകൊണ്ട് സൈനു ഞെട്ടിയില്ല. 35 അല്ലേ ആയുള്ളൂ, ഇനിയും നോക്കാലോ. ആശുപത്രിയിൽ കൂട്ടുകിടക്കാൻ വന്ന കതീശു വെല്ലുമ്മയെ അവൾക്ക് പെരുത്ത് വിശ്വാസമായിരുന്നു. പെരില്ലെന്ന് കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല, അതിനു മുമ്പുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഫാസിലിന് താല്പര്യമില്ലാതായി. അയാൾ തണുത്തു. മുമ്പത്തെ കാട്ടിക്കൂട്ടലുകൾ പോലും ഇല്ലാതായി. വല്യുമ്മ ഇടയ്ക്കിടെ ഫോൺ വിളിച്ച് പ്രായം ഓർമ്മിപ്പിക്കുന്നതിനാൽ സൈനുവിനാണെങ്കിൽ ഉഷ്ണസഞ്ചാരം കൂടി. സൈനു മുറുകുമ്പോൾ ഫാസിലയെയും, ഫാസിലിനാണെങ്കിൽ മുറുക്കമേ ഇല്ല എന്ന അവസ്ഥ. വസ്തുക്കച്ചവടം, വണ്ടിക്കച്ചവടം, കാലിക്കച്ചവടം തുടങ്ങിയ ഇടനില ബിസിനസ്സാണ് ഫാസിലിന്. അതുമായി ബന്ധപ്പെട്ട് നാടായ നാടെല്ലാം തെണ്ടേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലെത്താനാകില്ല. ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ ഇടവേള കൂടി വരികയും ചെയ്തു. സൈനുവിൻ്റെ പെടപെടപ്പ് ആലോചിക്കുമ്പോൾ അയാൾക്ക് വീട്ടിലേക്ക് വരാനേ തോന്നാറില്ല. സൈനുവാകട്ടെ പൂവനും പിടകളുമായുള്ള രാസക്രീഡാലഹരിയും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രവും ആസ്വദിച്ച് കാലം കഴിച്ചു പോന്നു. പന്തികേടെന്തോ മണത്ത വല്യുമ്മയാകട്ടെ ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ പ്രായത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാറുമില്ല. അങ്ങനെയിരിക്കെയാണ് ആ സംഭവം. ഒരു നീണ്ട കച്ചവട യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയതായിരുന്നു ഫാസിൽ. വന്നു കയറിയപ്പോൾ തന്നെ ആകെയൊരു പന്തിയില്ലായ്മ.
കോഴികളുടെ ശബ്ദമില്ല, സൈനുവിൻ്റെ കൂറ്റുമില്ല. അയാൾ മുറികളിലൊക്കെ നടന്നു. ശൂന്യതയുടെ നിശബ്ദ നിലവിളികൾ മാത്രം. കിടപ്പുമുറിയെപ്പോലെ അടുക്കളയും തണുത്തുറഞ്ഞു കിടക്കുന്നു. ദിവസങ്ങളായി അവിടെ ചൂടും പുകയും ഉയർന്നിട്ടെന്ന് തോന്നി. അയാൾക്ക് പരവേശം കൂടി. ദാഹം, അടക്കാനാവാത്ത ദാഹം. തൊണ്ട വരളുന്നു. ഒരാപത്തിൻ്റെ സൂചന അയാളുടെ നട്ടെല്ലിലൂടെ അബദ്ധസഞ്ചാരം തുടങ്ങി. നോക്കുമ്പോൾ അടുക്കളയിൽ ഒരു തുള്ളി വെള്ളമില്ല. വീടിനകത്തെവിടെയും നനവിൻ്റെ ലക്ഷണം പോലുമില്ല. അയാൾ പുറത്തിറങ്ങി. കിണറ്റുകരയിൽ ഭാഗ്യത്തിന് കപ്പിയും കയറും ബക്കറ്റുമുണ്ട്. അയാൾ വെള്ളം കോരാനായി കിണറിനടുത്തേക്ക് നടന്നു. കിണറിന് സമീപം എന്തോ കണ്ട് അയാളൊന്ന് ഞെട്ടി. ഒന്നുകൂടി നോക്കി. പൂവൻ കോഴി. സൈനുവിൻ്റെ പ്രിയപ്പെട്ട പൂവൻ കോഴിയുണ്ട് ചത്ത് മലച്ചു കിടക്കുന്നു. അയാൾ കോഴിക്കൂട്ടിലേക്ക് നോക്കി. അത് തുറന്നു കിടക്കുന്നു. പിടകളുടെ പൊടി പോലുമില്ല. അയാൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. സൈനു എവിടെ പോയി? ഫാസിൽ അന്വേഷിച്ചു. ആദ്യം സൈനുവിൻ്റെ ഫോണിൽ വിളിച്ചു. സ്വിച്ച് ഓഫ്. വല്യമ്മയെ വിളിച്ചു. അവർ കൈയൊടിഞ്ഞു കിടക്കുകയാണ്. അതിനാൽ കുറച്ച് ദിവസമായി ഫോൺ ഉപയോഗിക്കാറില്ല. ഫാസിൽ തോമസ് മാഷിന്റെ വീട്ടിൽ പോയി. അവരെല്ലാം ഒരു കല്യാണത്തിന് ഇടുക്കിയിൽ പോയതാണ്. 2 ദിവസമായി പോയിട്ട്. ഇനിയും 3-4 ദിവസം കഴിയും തിരിച്ചെത്താൻ. എന്നിട്ടും അയാൾ നമ്പർ തപ്പിയെടുത്ത് തോമസ് മാഷിനെ വിളിച്ചു. മഗ്ദുവും അല്പം വിഷമത്തിലായിരുന്നു. അവിടുന്ന് പോന്നതിൽ പിന്നെ സൈനുവിനെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. സ്വിച്ച് ഓഫ് എന്ന പല്ലവി മാത്രം. നിരാശയോടെ അയാൾ നീരുവിനെ തേടിപ്പോയി. പരീക്ഷയായതിനാൽ അവളെ ഇടം വലം തിരിയാൻ അമ്മ സമ്മതിച്ചിട്ടില്ല. അതിനാൽ സൈനുവിനെ തിരിഞ്ഞു നോക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇനി ഒരു വഴിയേയുള്ളൂ. മെമ്പറെ കണ്ടു. അയാളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഇൻസ്പെക്ടർ പതിവ് പോലെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ചില പോലീസുകാർ സൈനുവിന് വേറെ ആരെങ്കിലുമായി ബന്ധമുണ്ടോ എന്ന് കുത്തി ചോദിച്ചു. ഫാസിലിന് കലി കയറി. അത് തന്നോട് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അടക്കി. അന്വേഷണം അതിൻ്റെ വഴിക്ക് പോയി. നാട്ടുകാരുടെ സഹതാപം കുറേ ദിവസം വീട്ടിൽ കയറിയിറങ്ങി. അപവാദങ്ങളുടെ ഇളങ്കാറ്റ് ഗ്രാമത്തിലെ ഓരോ ഇടവഴിയിലും വീട്ടകത്തും പുഴക്കടവിലും കുളക്കടവിലും അങ്ങാടി തെരുവിലും ചായക്കടകളിലും ചൂളം വിളിച്ച് രസിച്ചു നടന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പുതിയ കാറ്റുകൾക്ക് വഴിമാറി. പോലീസ് സ്റ്റേഷനിലാകട്ടെ കേസുകൾക്ക് മേൽ കേസ് കുന്നുകൂടി. ഇൻസ്പെക്ടർ സ്ഥലം മാറിപ്പോയി. പുതിയ ആൾ സൈനബയുടെ ഫയൽ തുറന്നുപോലും നോക്കിയില്ല. ഫാസിലും വസ്തുക്കച്ചവടത്തിൻ്റെ ഇടനിലയിലേക്ക് നീങ്ങി. ദിവസം മുഴുവൻ ദിവസങ്ങളോളം വീടിന് പുറത്ത്. നേരത്തെ തന്നെ തണുത്തുപോയതുകൊണ്ട് വീട് അയാളെ ഒരിക്കലും ഓർത്തില്ല. ഓർമ്മയിലെ ചൂട് കാറ്റിനെ പേടിച്ച് അയാൾ വീടിനെയും ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു. 2-3 മാസം കടന്നുപോയി. ഒരു ദിവസം കച്ചവടങ്ങളുടെ ഇടവേളയിൽ വീട്ടിലെത്തി ഉമ്മറത്ത് പായ് വിരിച്ചു കിടക്കവേ ഫാസിലിന് മടുപ്പ് തേട്ടി വന്നു. എന്തിനാണ് ഈ നെട്ടോട്ടം? ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? കുറച്ച് ദിവസം വീട്ടിലിരിക്കാം അയാൾ തീരുമാനിച്ചു. ഏകാന്തതയെ മറികടക്കാൻ അയാൾ ഒരു ആടിനെ വാങ്ങി. മുട്ടൻ. മുറ്റുമ്പോൾ അറക്കാൻ കൊടുക്കാമെന്ന് കരുതി. സൈനുവിൻ്റെ ബാബാക്ക് പകരം കുറേ കാലത്തിനു ശേഷം അവിടെ ബേ ബേ മുഴങ്ങി. മഗ്ദുവും നീരുവും ഫാസിലിനെ കളിയാക്കിയില്ല. അവർക്ക് അയാളെ പേടിയായിരുന്നു. അയാൾ അടുത്തു വരുമ്പോൾ മരണത്തിൻ്റെ തണുപ്പ് അനുഭവപ്പെടുമെന്ന് മഗ്ദലന ചില നിമിഷങ്ങളിൽ ഓർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ സ്വകാര്യ സ്വപ്നങ്ങളുടെ പരിസരത്ത് പോലും ഫാസിൽ ഉണ്ടായിരുന്നില്ല. വലിയ സംഭവങ്ങളില്ലാതെ 2-3 മാസങ്ങൾ കൂടി കടന്നുപോയി. ഒരു ദിവസം മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് നീരു ഉച്ചത്തിൽ പാടുന്നത് കേട്ടുകൊണ്ട് പ്ലാവില കെട്ടുമായി മുട്ടനാടിൻ്റെ അടുത്തു ചെന്ന ഫാസിലിനെ അത് തീർത്തും അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് ഇടിച്ചു വീഴ്ത്തി. മുഖമടിച്ചു വീണ അയാൾ കുറച്ചു സമയം ബോധം കെട്ട് കിടന്നു. ആട് പിന്നെയൊന്നും ചെയ്തില്ല. ശാന്തനായി.
ചളുങ്ങിയ മൂക്കും ചോര പൊടിയുന്ന കൈകാലുകളുമായി ഫാസിൽ മെല്ലെ എഴുന്നേറ്റു. അന്നു തന്നെ ആ മുട്ടനാട് കശാപ്പുകാരൻ വാറുണ്ണിയുടെ കത്തിക്കിരയായി. ഗ്രാമത്തിലെ നിരവധി അടുക്കളകളിൽ മട്ടൻ കറി തിളച്ചു. അനവധി ഭർത്താക്കന്മാർ മുട്ടന്റെ ചൂരടിച്ച് ആ രാത്രിയെ യുദ്ധസമാനമാക്കി. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് ഫാസിൽ കുറച്ചകലെയുള്ള പഴയ ചങ്ങാതിയെ കാണാൻ പോയി. വീണ്ടും ഒരു കല്യാണം കഴിക്കാമെന്ന് ചങ്ങാതി ഫാസിലിനെ കൊണ്ട് ഏറെക്കുറെ സമ്മതിപ്പിച്ചിരുന്നു. ചൂടും തണുപ്പും ഇപ്പോഴും വേട്ടയാടുന്നുണ്ടെങ്കിലും എന്തോ ഒരു ഭീതി അയാളെ പിടികൂടിയിരുന്നു. ആരെങ്കിലും താങ്ങിയില്ലെങ്കിൽ വീണുപോകുമോ എന്ന ഒരു ഭയം. ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചുറപ്പിച്ച് ഉച്ചയാറുമ്പോഴാണ് അയാൾ കവലയിൽ ബസ്സിറങ്ങിയത്. ഇറങ്ങിയതും എന്തോ ഒരു അപരിചിതത്വം വന്ന് അയാളെ മൂടി. കവലയിലെ ആൽമരം അനങ്ങുന്നില്ല. ഒരു കൊച്ചു കാറ്റുപോലുമില്ല. കടകളുടെ വരാന്തകളും ശൂന്യം. പല്ലിളിച്ച് റോന്തു ചുറ്റുന്ന പതിവ് പട്ടികൾ പോലും ഓരോ മൂലയ്ക്ക് കിടന്നുറങ്ങുന്നു. സംഭ്രമത്തോടെ ഫാസിൽ വീട്ടിലേക്ക് നടന്നു. വേലിക്ക് പുറത്തെത്തിയ അയാൾ സ്തംഭിച്ചു നിന്നു. മുറ്റം നിറയെ പൂവൻ കോഴികൾ. അവയ്ക്ക് പിറകെ തീറ്റയുമായി ബാ 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 എന്ന മുറവിളിയോടെ സൈനു. വേലിക്കടുത്ത് കെട്ടിയിട്ടിരുന്ന ഒരു മുട്ടനാട് ക്രുദ്ധനായി അയാളെ നോക്കി. മഗ്ദുവും നീരുവും ചിരിച്ചു കുഴഞ്ഞ് കാഴ്ച കണ്ട് രസിക്കുന്നു. പരക്കം പാച്ചിലിനിടെ സെയ്നു അയാളെ കണ്ടു. അവളുടെ മുഖത്തൊരു ചിരി വിടർന്നു. അത് പിന്നെ വളർന്ന് പൊട്ടിച്ചിരിയായി. കോഴികളുടെ കൊക്കോ കൊക്കോ അതിനോട് ചേർന്നൊരു സിംഫണിയായി. താളപ്പെരുക്കമായി. വീട് കുലുങ്ങി. അകത്തളങ്ങളിൽ ഉഷ്ണജലപ്രവാഹം. വീടിന്റെ മേൽക്കൂരയെ പച്ചപ്പ് പൊതിഞ്ഞു. ശാഖോപശാഖകളായി അത് നൃത്തം വച്ചു. സൈനബയും മഗ്ദലനയും നിഹാരികയും കൈകൾ കോർത്തു പിടിച്ച് വീടിനു ചുറ്റും ബാലെ നർത്തകരായി. കുറച്ചു നേരം കുറ്റിയടിച്ചതുപോലെ നിന്നുപോയ ഫാസിൽ ഞെട്ടിവിറച്ച് വേഗം തിരിഞ്ഞു നടന്നു. അയാളുടെ പിന്നിൽ സെയ്നുവിൻ്റെ ബാ ബാ ബേ ബേക്ക് വഴിമാറുന്നുണ്ടായിരുന്നു. ആ നടത്തം അവസാനിച്ചത് വാറുണ്ണിയുടെ ഇറച്ചിക്കടയ്ക്ക് മുന്നിലാണ്. കെട്ടിത്തൂക്കിയ മുട്ടനാടിൻ്റെ തല അയാളെ നോക്കി ഇളിച്ചു കാട്ടി. മനസ്സ് ശൂന്യമാക്കി ഫാസിൽ വാറുണ്ണിക്ക് മുന്നിൽ തലകുനിച്ചു നിന്നു.